വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം ആരിൽ ആശ്രയിക്കണം, ആരിൽ ആശ്രയിക്കരുത്? 118 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുക, മനുഷ്യനിലോ പ്രഭുക്കന്മാരിലോ ആശ്രയിക്കരുത്. മീഖ 7:5 പറയുന്നത്, കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്. കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞു വീണു പോകുന്നു എന്ന സങ്കീർത്തനം 20:7 പറയുന്നത്. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ ആകുന്നു എന്ന് സദൃശവാക്യം 28-26 വാക്യത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ നാം ആശ്രയിക്കേണ്ടത് ആരിൽ ആണ്? സദൃശവാക്യം 3:5 പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കണം. എന്തുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കണം? സങ്കീർത്തനം 56-4 വാക്യം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഭയപ്പെടുത്തുന്ന അനേക സംഭവങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. യുദ്ധങ്ങളും ഭീകര ആക്രമണങ്ങളും വിശ്വാസ സമൂഹത്തിനെതിരെ നടക്കുന്ന പീഡനങ്ങളും ലഹരി മാഫിയകളും എല്ലാം ഇന്ന് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന നമ്മോട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? സങ്കീർത്തനം 118 വാക്യം. ഓസ്ട്രേലിയയിൽ മിഷണറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ഡോക്ടർ ഒരിക്കൽ തൻ്റെ കുതിരപ്പുറത്ത് മരുന്നും പണവുമായി പോവുകയായിരുന്നു. വിജനമായ സ്ഥലം. തന്നെ ആരോ കൊലപ്പെടുത്തി പണം അപഹരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന ചിന്ത തൻ്റെ ഉള്ളിൽ ഉണ്ടായി. ഉടനെ കുതിരയെ ഓടിച്ച് രക്ഷപ്പെടുന്നതിന് പകരം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി കുതിരയോട് ചേർന്ന് നടക്കുമ്പോൾ തന്നിൽ ഉള്ള ഭീതിയെക്കുറിച്ച് കൂട്ടുകാരനോട് പറയുന്നത് പോലെ ദൈവത്തോട് ഉറക്കെ പറയുവാൻ തുടങ്ങി. ഈ സംസാരം ഒളിവിൽ ഇരുന്ന കൊള്ളക്കാരൻ കേൾക്കുകയും കുതിരയ്ക്ക് മറിഞ്ഞ് മറുഭാഗത്തായി വേറൊരാൾ കൂടെയുണ്ട് എന്ന് ചിന്തിച്ച് കൊള്ളക്കാരൻ മാറിപ്പോവുകയും ചെയ്തു. തനിക്കുണ്ടായ ഈ അനുഭവത്തെക്കുറിച്ച് കൊള്ളക്കാരൻ തന്നെ ഒരിക്കൽ ഏറ്റുപറഞ്ഞപ്പോൾ ആണ് തനിക്ക് ലഭിച്ച അത്ഭുതകരമായ വിടുതലിനെക്കുറിച്ച് മിഷണറി അറിഞ്ഞത്. കുതിരയുടെ കടിവിൽ ആശ്രയിച്ച് അതിനെ ഓടിച്ചു പോയിരുന്നുവെങ്കിൽ തീർച്ചയായും താൻ അന്ന് അപകടത്തിൽ പെടുമായിരുന്നു എന്ന് മിഷണറി ഓർത്തു. അതെ, യഹോവയിൽ ആശ്രയിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല. 91 സങ്കീർത്തനത്തിൽ പറയുന്നത്, രാത്രിയിലെ ഭയത്തെയും പകൽ പതക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടിച്ചു വരികയില്ല. എന്തുകൊണ്ട്? കർത്താവ് നമുക്ക് പരിചയം പലകയും ആയിരിക്കും. അവൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മെ മറയ്ക്കുന്നു. 91-4-7 വാക്യങ്ങൾ. സങ്കീർത്തനം 27-3 വാക്യത്തിൽ പറയുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എലീശ പ്രവാചകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഒരു വലിയ സൈന്യത്തെ അയച്ച അരാം രാജാവിനെ കുറിച്ച് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ച് ദോദാൻ പട്ടണത്തെ വളഞ്ഞു എന്ന്. 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിരാവിലെ ഉണർന്ന് പുറത്തേക്ക് ഇറങ്ങിയ പ്രവാചകൻ്റെ ബാല്യക്കാരൻ കാണുന്നത് തങ്ങളെ വളഞ്ഞിരിക്കുന്ന അരാം രാജാവിൻ്റെ സൈന്യത്തെയാണ്. ബാല്യക്കാരൻ ഭയപ്പെട്ട് പ്രവാചകനോട് പറയുന്നത്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും? എലീശ പ്രവാചകൻ്റെ മറുപടി, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. 6-ാം അധ്യായം 16 വാക്യം. തുടർന്ന് ബാല്യക്കാരൻ കാണുന്നത് എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. ഇസ്രായേലിനും ഫെലിസ്ത്യരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് എന്ന മല്ലനെക്കുറിച്ച്
1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഇസ്രായേൽ സൈന്യ നിരയെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന മല്ലനായ ഗൊല്യാത്തിനോട് ദാവീദ് പറയുന്നത്, നീ വാളും കുന്തവും വേലുവുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 1 ശമൂവേൽ 17:45 വാക്യം. യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള കവിണയിൽ ഒരു കല്ല് വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നേരെ എറിഞ്ഞു. കല്ല് ഫെലിസ്ത്യമല്ലനായ ഗൊല്യാത്തിൻ്റെ നെറ്റിയിൽ കൊണ്ടു. അവൻ കവന്നു വീണു. യഹോവയിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ നിന്ന് ദാവീദിനെ പോലെ നമുക്കും ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാം. എങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കർത്താവേ, ഏത് സാഹചര്യത്തിലും നിന്നിൽ ആശ്രയിച്ച് നിർഭയമായി നിൽപ്പാൻ എന്നെയും ശക്തീകരിക്കണമേ. ആമേൻ. ഒരു സൈന്യമേ